ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതിലും ഭേദം ജൂവനയിലോമായിരുന്നു. റിസ്ക്കില്ലാതെ ഭക്ഷണമെങ്കിലും കിട്ടുമായിരുന്നല്ലോ. നമുക്ക് തിരിച്ചു പോയാലോ? ഏയ് ഞാനില്ല. ഓ, നിനക്ക് അവളെ വിട്ടിട്ട് വരാൻ പറ്റൂല. ഇവിടെ ഓരോ ദിവസവും ടെൻഷൻ അടിച്ച് പോലീസുകാരെ മുമ്പിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ദൈവത്തിനറിയാം. ഈ പണി നിർത്തണം. കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം ഇവിടെ വിടാൻ. എവിടെ നിന്ന് കാശ് വരാനാണ് 10,000 രൂപയുടെ പണിയെടുത്താലും കിട്ടണത് നക്കാപ്പിച്ചല്ലേ? അല്ലടാ, നമ്മളിവിടുന്ന് ശരിക്കും പോവോ? നീ പേടിക്കണ്ട, നമുക്ക് അവളെയും പൊക്കാം. ശരിക്കും? നീ പോട മൂങ്ങത്തലയാ. വേദനയുണ്ടല്ലേ? ഇങ്ങനെ തൊടുമ്പോൾ വേദന അറിയുന്നേ ഇല്ല. രായപ്പണന്റെ വീട്ടിൽ നിന്നൂടെ? ഈ വീട്ടിനെന്താ കുഴപ്പം? നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെ അത്ര നല്ല ആളൊന്നുമല്ല രാജുണ്ണൻ. പിന്നെ ഞങ്ങൾ ഇവിടം വിട്ട് പോവാം. എങ്ങോട്ട്? ദൂരെ എങ്ങോട്ടെങ്കിലും. എന്നെയും കൂട്ടുവോ? ഏയ്, ഇപ്പോഴല്ല, പിന്നെ കാശൊക്കെ സമ്പാദിച്ചിട്ട് ഞാൻ വരും. കാത്തിരിക്കൂ നീയെ. എനിക്ക് രക്ഷപ്പെടണം ഇവിടുന്ന്. രാജു, രാജുണ്ണ വേണ്ട. രാജു, ഞാൻ രാജുണ്ണ രാജുണ്ണ വീട്ട്. രാജു, ഞാനൊന്നും പറയണ്ട. തമ്മിത്തല്ലി ചാവുന്നോ പട്ടികളെ? എന്ത് കാഴ്ച കാണാനാ നിൽക്കുന്നേ? അംഗം കഴിഞ്ഞു പോയില്ല എല്ലാരും. അണ്ണൻ ഈ കേസിൽ ഇടപെടാൻ നിൽക്കണ്ട. ഇവന്മാരെ തിരിച്ചെടുത്ത് എനിക്കറിയാം. കൊള്ളാലോ പുതിയ നമ്പര്. നിന്റെ കള്ളക്കളിയും കച്ചവടവും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? പിഴച്ചു പൊക്കോട്ടെന്ന് കരുതി കണ്ണടച്ചപ്പോ തലയിൽ കയറുന്നു. ഒരൊറ്റ അണ്ണൻ എന്റെ വീട്ടിൽ കയറി പോരുത്. കൂട്ടുകാരാണ് പോലും. കുരയ്ക്കുന്നു കഴിവേറി. ഇവന്റെ കൂടെ തന്നെ പുറക്കണമെന്നുണ്ടോ? എന്നാൽ ഇന്നു മുതൽ എന്റെ ചായ്പ കൂടിക്കോ. എന്താണ് ഒരാലോചന? അവന് നമ്മളെ പോലെയാണ്. വേറെ എന്തൊക്കെ കിടക്കണം ആലോചിക്കാൻ. ഇങ്ങനെ പോയാ
നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും കലങ്ങും അല്ലേ? പിന്നെ എന്ത് ചെയ്യാനാടാ? എന്തായാലും ചെയ്യുന്നത് മോഷണോ? എന്നാൽ പിന്നെ നമുക്ക് തനിച്ചൊരെണ്ണം പ്ലാൻ ചെയ്താലോ? പണി പാളിയാലോ? പാളിയ സ്പെഷ്യൽ ഹോം, അല്ലെങ്കിൽ ജയിൽ. രണ്ടായാലും നമുക്ക് കണക്കല്ലേ. പെടുകയാണെങ്കിൽ പെടട്ടെ. കുറെ കാശയിൽ വന്നിട്ട് വേണം ശരിക്കൊന്നും വിലസാൻ. പടച്ചോനെ എല്ലാം നീ കാണിച്ചു തന്നെ. പിന്നെ പഠിച്ചോൻ്റെ പണിയതല്ലേ, ഉണ്ടാതെ കിടന്ന് ഉറങ്ങി രണ്ടാൾ. ഇവന് വേറെയും ചില ചുറ്റിക്കളികളുണ്ടെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. വാടാ പോവാ. ആ കയറി പോട്ടമ്മ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഏട്ടാ, ഞാൻ വിളിക്കാം. ശരി എന്നാ വിട്ടോ. ബാലുവായിട്ട് അടിയുണ്ടാക്കിയ സംഭവത്തിന് ശേഷം ഞങ്ങൾ രാജുവായിട്ടുള്ള കൂട്ടൊഴിവാക്കി. അത് മാത്രമല്ല, തനിച്ചൊരു ഓപ്പറേഷനിലൂടെ കുറച്ച് കാശുണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാനും തീരുമാനിച്ചു. പോലീസ് പോലീസ് പിടിച്ചോ. വളയ്ക്കോടാ, നോക്കണ്ട്. വിട്ടോ വിട്ടോ വിട്ടോ. നീ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. ഇത് പിടി.